നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചു നീലാണ്ടൻ. അച്ഛൻ്റെ അമ്മാവൻ ചോദിച്ചു, എന്താ നിന്റെ മുഖം ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നത് കൊച്ചുനീലാണ്ടാ? അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വൃദ്ധന് കാരണമറിയാം. മരുമകൻ തിരിച്ചു പോകുന്നതിൽ അദ്ദേഹത്തിനും സങ്കടമുണ്ട്. ആരോടൊന്നില്ലാതെ വൃദ്ധൻ പറഞ്ഞു, ഇനി അവൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാനുണ്ടാവോ ആവോ. കൊച്ചുനീലാണ്ടൻ കാരണവരുടെ മുഖത്തേക്ക് നോക്കി. കാരണവർ അവൻ്റെ മുഖത്തേക്കും. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഇനിയും 3 കൊല്ലം കഴിഞ്ഞേ അച്ഛൻ തിരിച്ചു വരൂ. എല്ലാ കൊല്ലവും ലീവുണ്ട്. പക്ഷേ യാത്രയ്ക്ക് തന്നെ 15 ദിവസം വേണമത്രേ. 3 കൊല്ലം കൂടുമ്പോൾ ലീവെടുത്താൽ കുറേ അധികം ദിവസം വീട്ടിൽ താമസിക്കാം. അച്ഛൻ വീട്ടിലെത്തുമ്പോൾ എല്ലാവർക്കും എന്തൊരു സന്തോഷമാണ്. തിരിച്ചു പോകുമ്പോഴോ എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്നു. കൊച്ചുനീലാണ്ടൻ്റെ അച്ഛൻ മാത്രം കരയാറില്ല. യാത്ര ചോദിച്ചിറങ്ങുന്നത് തന്നെ പുഞ്ചിരി തൂകിക്കൊണ്ടാണ്. നീണ്ടു വളഞ്ഞ കൊമ്പൻ മീശയുടെ അറ്റം ഇടത് കൈകൊണ്ട് അച്ഛൻ തിരുമുന്നുണ്ടാവും. അമ്മ പുറത്തു വരാറേയില്ല. അപ്പോൾ അമ്മ അകത്തിരുന്ന് കരയുകയാവും. ഏതായാലും ആ ദിവസം ഒട്ടും മടിക്കാതെ വന്നെത്തി. അച്ഛൻ പുറപ്പെട്ടു കഴിഞ്ഞു. പെട്ടിയും സാമാനവുമൊക്കെ എടുക്കാൻ കുഞ്ഞിശങ്കരൻ വന്നെത്തി. കുഞ്ഞിശങ്കരന് അച്ഛൻ പോകുന്ന ദിവസം ബഹു ഉത്സാഹമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പെട്ടിയും സാമാനവും എടുത്ത് അച്ഛൻ്റെ കൂടെ ചെന്നാൽ 1 ഉറുപ്പിക കിട്ടും. ഇടയ്ക്കിടെ അവൻ കൊച്ചുനീലാണ്ടനോട് അന്വേഷിക്കാറുണ്ട്, കുട്ടിയുടെ അച്ഛൻ എന്നാ പോണത്? അച്ഛൻ ഉമ്മറത്തേക്ക് വന്നു. അച്ഛൻ്റെ അമ്മാവൻ ഇടറുന്ന ശബ്ദത്തിൽ ചോദിച്ചു, ഇനി നീ എന്നാ വരിക? അച്ഛൻ പതുക്കെയൊന്ന് ചിരിച്ചു. കൊച്ചുനീലാണ്ടനെ അരികെ വിളിച്ചു. അച്ഛൻ്റെ അമ്മാവൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണം കേട്ടോ. നല്ലപോലെ പഠിക്കണം, അച്ഛൻ പറഞ്ഞു. അദ്ദേഹം അവൻ്റെ കവിളിൽ ഒരു ഉമ്മ വച്ചു. കൊച്ചുനീലാണ്ടൻ പൊട്ടിക്കരഞ്ഞു. അച്ഛൻ്റെ അമ്മാവൻ പറഞ്ഞു, എന്നാ ഇനി താമസിക്കണ്ട, അവിടെ എത്തിയ ഉടനെ കത്തിടണം. ശരി, അച്ഛൻ പറഞ്ഞു. അദ്ദേഹം മുറ്റത്തേക്കിറങ്ങി. കഴിഞ്ഞു പോയ 3 മാസങ്ങളിലെ ഉന്മേഷം ചോർന്നു പോകുന്നതുപോലെ തോന്നി കൊച്ചുനീലാണ്ടന്. അച്ഛൻ പോയി. വീട്ടിൽ 2-3 ദിവസത്തേക്ക് ഒരു ചിരി പോലും ഉയർന്നില്ല. അച്ഛൻ്റെ അമ്മാവൻ കൊച്ചുനീലാണ്ടനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഉപ്പിൽ വീണ പല്ലിയെപ്പോലെ ഇരിക്കണത്? നിന്റെ ചൊണയൊക്കെ എവിടെ പോയി? ഉപ്പിൽ വീണ പല്ലിയെപ്പോലെ എന്താണാവോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംശയം തീർക്കാൻ തന്നെ തീരുമാനിച്ചു. ഉപ്പിൽ വീണ പല്ലി എങ്ങനെയിരിക്കും അച്ഛൻ്റെ അമ്മാവ? നിന്നെപ്പോലെ ഇരിക്കും. കാരണവർക്ക് അവൻ്റെ ചോദ്യം അശേഷം രസിച്ചില്ല. ഇങ്ങനെയുമുണ്ടോ ഒരൽപ്പരസം? എന്നാൽ അതൊന്നറിയുക തന്നെ. അച്ഛൻ കിടക്കാറുള്ള മുറിയിൽ തട്ടിന്മേൽ ധാരാളം പല്ലികളുണ്ട്. ഒരെണ്ണത്തെ പിടികൂടണം. നേരെ അടുക്കളയിലെത്തണം. ഉപ്പ് പാത്രത്തിൽ പല്ലിയെ നിക്ഷേപിക്കണം. പല്ലിക്ക് എന്ത് സംഭവിക്കുന്നു എന്നപ്പോൾ കാണാം. അങ്ങനെ ആ സംശയം തീർക്കണം. പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.